ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെക്കേഷനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു UP തലം മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർ TV കാണുമായിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും കളിക്കുമായിരിക്കും. അതിൽ നിന്ന് മാറിയിട്ട് നമുക്കവരെ വായിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എന്തെങ്കിലും വായിക്കാൻ, അതും ടെക്സ്റ്റ് ബുക്ക് എടുത്തു കൊടുത്ത് അവർ വായിക്കണം എന്നില്ല. അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു ലൈബ്രറി, തൊട്ടടുത്തുള്ള ലൈബ്രറികൾ ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുക. അവിടുന്ന് പുസ്തകങ്ങൾ അവരെ കൊണ്ട് എടുത്ത് വായിപ്പിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ഇന്നത് തന്നെ വായിക്കണം എന്ന് പറയാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കുക, വായിക്കാൻ പ്രേരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അവർ പുസ്തകങ്ങൾ എടുക്കുന്ന സമയത്ത് നോവൽസ് ആയിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു കഥകളായിക്കോട്ടെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്സും കൂടി അതിനകത്ത് ഒരെണ്ണെങ്കിലും വെക്കുക. മറ്റുള്ള ബുക്സ് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഈ ബുക്കും വായിച്ചു. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് വഴി അവർക്ക് ബോറടി ഉണ്ടാവില്ല. അപ്പം ചില കുട്ടികളുണ്ടാവും, ഒരു ബുക്ക് വായിച്ചു, ഒരു കഥ വായിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും വായിക്കാൻ തോന്നുമ്പോൾ വേറെ രീതിയിലുള്ള ഒരു ബുക്സും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവരതെടുത്ത് വായിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ UP തലം തൊട്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ PSC സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാണ്. കാരണം നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്. സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തിലും പഠിക്കാനുണ്ട്. അപ്പോൾ സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, ഒരു PSC എക്സാം എഴുതാണ്, എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞരെയും കൂടി ഉൾക്കൊള്ളിച്ചെന്ന് പറയുമ്പോഴും ഞാൻ അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് കെമിസ്ട്രിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളെ കുറിച്ചുള്ളൊരു ബുക്കാണിത്. അപ്പോൾ ബുക്ക് ഇതാണ്. ഈ ഒരു പുസ്തകം പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ രസതന്ത്രം ജീവിതമാക്കിയവർ എന്നൊരു പുസ്തകമാണ്. ഇത് പുറത്തിറക്കിയിട്ടുള്ളത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. നമ്മുടെ അന്താരാഷ്ട്ര രസതന്ത്ര വർഷാചരണത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പുസ്തകം അവർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ മാത്രമായിരിക്കും ഇതിനകത്ത് ഉണ്ടാകാൻ. അങ്ങനെയല്ല. അതായത് ഇപ്പോൾ നോബൽ പ്രൈസൊക്കെ നൽകി തുടങ്ങിയത് മുതലാണ് നമ്മൾ ശാസ്ത്രജ്ഞരെ കുറിച്ച് കൂടുതൽ അറിയുന്നതും അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും നോബൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റ് ആരൊക്കെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു രസതന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടായത് തന്നെ പ്രാചീന കാലം മുതൽ തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആളുകൾ പഠനം നടത്തിയതുകൊണ്ടാണ്. നിരവധി ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ശാസ്ത്രശാഖ ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ ഈ രീതിയിൽ ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാചീന കാലം മുതൽ തന്നെ രസതന്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിലേക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തി സംഭാവനകൾ നടത്തിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം എടുത്താൽ എന്താ 2010 വരെയുള്ളതുണ്ട്. 2010 വരെയുള്ള ആളുകളെ കുറിച്ചുള്ളതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ 2010 നോബൽ കിട്ടിയത് കേട്ടോ, കിട്ടിയിട്ടുള്ള ആളുകളെ കുറിച്ച് വരെയുള്ളതുണ്ട്. അപ്പം ഈ ഒരു പുസ്തകം എടുക്കുകയാണെങ്കിൽ ഈ ഒന്നിൽ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കാൻ നിങ്ങൾ ഈ ഒരു പുസ്തകം എടുത്തുകൊടുക്കുക. തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ ഉണ്ടാവും. ഞാനിത് വാങ്ങിയിട്ടുള്ളതല്ല, തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. എല്ലാ ലൈബ്രറികളിലും ഇത് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇനി വേറൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഈ ഒരു സബ്ജക്റ്റിലേക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു സംഭവം കയ്യിലുണ്ടായിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ ഞാൻ 2 പുസ്തകം വേറെ കാണിച്ചു തരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇതാണ് നിന്നിരുന്നത്, രസതന്ത്രം ജീവിതമാക്കിയവർ. അല്ലാതെ നിങ്ങൾക്ക് മോപ്പസോങ്ങിൻ്റെ എഴുത്തുകൾ ഇഷ്ടമാണെങ്കിൽ ഇതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അത്ര റിലേറ്റബിൾ ആകുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പം ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലാണ്. നല്ലൊരു നോവലാണ്. അപ്പോൾ ഇത് വായിക്കാൻ പറ്റുന്നവർ ഇത് വായിക്കാം. അല്ലാതെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി അല്ലേ? അപ്പോൾ മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകം നമ്മളെപ്പോൾ വായിക്കാൻ പോയാലും അതിനകത്ത് MTയുടെ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലേ. അപ്പോൾ മാധവിക്കുട്ടിയുടെ 3 നോവലുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. ഇതിനകത്ത് 3 നോവലുകൾ വരുന്നുണ്ട്, കുട്ടി നോവലുകൾ വരുന്നുണ്ട്.
അവസാനത്തെ അതിഥി, രുക്മിണിക്കൊരു പാവക്കുട്ടി, രോഹിണി, അങ്ങനെ 3 നോവലുകൾ വരുന്നുണ്ട്. നല്ല നല്ല കഥകളാണ്. അപ്പോൾ ഈ 3 ബുക്കുകളാണ്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് പറയാൻ കാരണം, നിങ്ങൾക്ക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സംശയങ്ങളും, സയൻറ്റിസ്റ്റുകളെ കുറിച്ചുള്ള സംശയങ്ങളും ഉണ്ടെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ തീരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.